ഗുഡ് മോർണിംഗ്. ഇന്നൊരു ചെറിയൊരു വ്ളോഗാണ്. ഇന്ന് നമ്മളൊരു സ്ഥലത്ത് പോകാണ്. എവിടെയാണെന്നല്ലേ നമ്മൾ പറശ്ശിനിക്കടവ് മുത്തപ്പൻ്റെ അടുത്താട്ടോ പോകുന്നത്. അപ്പം ഇപ്പോൾ രാവിലെയാണ്, 7:30ക്കാണ് നമുക്ക് ട്രെയിൻ ഉള്ളത്. അപ്പോൾ ഇവിടുന്ന് ഒരു 7 മണിയൊക്കെ ആകുമ്പോൾ നമുക്ക് പോയാൽ മതി. ആരൊക്കെയാണ് പോകുന്നതെന്നുണ്ട്? ഞാനും എൻ്റെ അമ്മയും വല്യമ്മ, മേമ, മീനാക്ഷിച്ചി. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടിയാട്ടോ പോകുന്നത്. അപ്പോൾ അവളൊക്കെ ഇങ്ങോട്ട് വരും. നമുക്ക് അവിടെ എത്തിയിട്ടൊക്കെ കാണാം. നമ്മൾ ട്രെയിനിലൊക്കെ കയറി ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അവൾ വരട്ടെ, എന്നിട്ട് ഞാൻ കാണിച്ചു തരാം. ബൈ ദ ബൈ, എൻ്റെ ഔട്ട്ഫിറ്റ് ഇതാണ്. ഒരു അടിപൊളി പിങ്ക് പാവാടയും ബ്ലൗസാണ്. ഇത് വെച്ച് ഓൾറെഡി ഞാൻ റീലൊക്കെ ചെയ്തിട്ടുണ്ട്. കാണാത്തവരെ പോയി കാണണേ. പിന്നെ ഈ പാവാടയും ബ്ലൗസ് എങ്ങനെയുണ്ട് നിങ്ങൾ കമൻറ്റിൽ പറയണേ. അങ്ങനെ ഇതേ അവലൊക്കെ വന്നു. നമുക്ക് ഇനി ഇവിടുന്ന് ഓട്ടോ പിടിച്ചിട്ട് റെയിൽവേ സ്റ്റേഷനിലോട്ടേക്ക് പോകാം. അപ്പോൾ ഇതെല്ലാവരും ഓട്ടോയിലോട്ടേക്ക് കയറുകയാണേ. അങ്ങനെ ഇതായിട്ട് നമ്മുടെ വടകര റെയിൽവേ സ്റ്റേഷൻ. അപ്പോൾ നമുക്ക് എല്ലാവരും ഇവിടെ ഓൾറെഡി എത്തി. അപ്പം നമുക്ക് ഇനി ഇവിടുന്ന് ടിക്കറ്റ് എടുത്തിട്ട് പോകാം. നമ്മുടെ ട്രെയിൻ സെക്കൻഡ് പ്ലാറ്റ്ഫോമിലാണത്. ഇപ്പറാട്ടോ നമ്മുടെ ട്രെയിൻ വരിക. അപ്പോൾ നമ്മളിത് അങ്ങോട്ടേക്ക് പോവുകയാണ്. അങ്ങനെ എല്ലാവരും വരുന്നുണ്ട്. ഞാനായിരുന്നു മുമ്പിലുണ്ടായിരുന്നത്. അവളൊക്കെ ഇങ്ങനെ ബേക്കിൽ ഇങ്ങനെ വരുന്നുണ്ടേ. അങ്ങനെ നമ്മളവിടെ എത്തി. പിന്നെ ഈ വീഡിയോയുടെ ആയിട്ട് എനിക്ക് കുറച്ചധികം സമയം വേണ്ടിയിട്ടുണ്ടായിരുന്നു. കാരണം എഡിറ്റിൻ്റെ കുറച്ച് സംഭവങ്ങളായിട്ട് നല്ലവണ്ണം ഡിലേ ആയിട്ടുണ്ടായിരുന്നു കുറച്ച് മുമ്പായിട്ടുള്ള വീഡിയോ ആണ്. അങ്ങനെ എല്ലാവരും അവിടെ എത്തി ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുകയാണ്. ഞാൻ ഓൾറെഡി ഫോട്ടോസൊക്കെ എടുത്തു. എൻ്റെ വല്യമ്മ മീനാക്ഷിനോട് പറയുകയാണ്, മീനു അവിടെ നിൽക്ക്, ഞാൻ ഫോട്ടോ എടുത്ത് തരാമെന്നൊക്കെ. കണ്ടു, മീനാക്ഷിൻ്റെ ഒരു അടിപൊളി പർപ്പിൾ പാവാടയും ബ്ലൗസാണ്. എങ്ങനെയുണ്ടെങ്കിൽ അതും നിങ്ങൾ കമൻറ്റ് ചെയ്യണം. അങ്ങനെ നമ്മുടെ കോഴിക്കോടേക്കുള്ള ട്രെയിൻ വന്നിട്ടുണ്ടായിരുന്നു. കോഴിക്കോടേക്ക് എല്ലാ ദിവസവും നല്ല തിരക്കായിരിക്കും കേട്ടോ ട്രെയിനിൽ. അപ്പോൾ അപ്പുറം ഫസ്റ്റ് പ്ലാറ്റ്ഫോമിലോട്ടേക്ക് വന്നു. നമ്മുടെ ട്രെയിൻ വരുന്നുണ്ട് ഗൈസ്. പിന്നെ ട്രെയിനിൽ ചെയ്യുന്ന വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല. ബട്ട് ഉള്ള ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ ട്രെയിൻ വരുന്നുണ്ട് ഗൈസ്. അങ്ങനെ നമ്മളിങ്ങനെ പോകുന്നതാട്ടോ ജഗന്നാഥ ടെമ്പിൾ. അങ്ങനെ നമ്മളിങ്ങനെ പോവുകയാണ്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും സീറ്റും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞാനും അമ്മയും ഒരു സ്ഥലത്തും എല്ലാവരും അപ്പുറത്തെ സൈഡിലുണ്ടായിരുന്നേ. അങ്ങനെ നമ്മൾ അവിടെ എത്തി, കണ്ണൂരെത്തി. നമുക്ക് അമ്പലത്തിൽ പോകണമെങ്കിൽ ഒരു 1 ഹവറിൽ നമുക്കൊന്ന് ബസ്സിൽ പോകണം. അപ്പോൾ നമുക്ക് അമ്പലത്തിലെത്തും. അങ്ങനെ എല്ലാവരും ബസ്സിലോട്ടേക്ക് പോവുകയാണ്. പിന്നെ നമ്മളവിടെ നിന്ന് ഫുഡും കഴിച്ചിട്ടുണ്ടായിരുന്നു. ബട്ട് ആ വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ എല്ലാവരും ബസ്സിൽ കയറി. ഞാനും മീനാക്ഷി ഒരു സ്ഥലത്തും അവലൊക്കെ ഓരോ സ്ഥലത്തായിട്ടുണ്ട് കേട്ടോ. മീനാക്ഷി അവിടെ ഉണ്ട്. ഇനി നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം. അങ്ങനെ നമ്മൾ പറശ്ശിനിക്കടവ് മുത്തപ്പൻ്റെ അടുത്ത് എത്തി. അങ്ങനെ നമ്മളിത് അമ്പലത്തിലോട്ടേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണേ. അങ്ങനെ നമ്മൾ പറശ്ശിനിക്കടവ് മുത്തപ്പൻ്റെ അടുത്തെത്തി. അവിടെ പോയിട്ട് നമ്മൾ കാല് കഴുകുമല്ലോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അടുത്ത വെള്ളത്തിൽ നിന്ന് കാല് കഴുകുന്നത്. എല്ലാവരും അവിടെ നിന്ന് കാലും കാര്യങ്ങളൊക്കെ കഴുകുന്നുണ്ടേ. പിന്നെ ഉള്ളിൽ ക്യാമറ അലൗഡ് അല്ല. അപ്പോൾ ഞാൻ ഒരുപാട് ക്ലിപ്സൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഞാനും എപ്പോഴും അവിടെ പോയി ഞങ്ങൾ കുറച്ച് സമയം ഇരിക്കും. അപ്പം ഞാനും മീനാക്ഷിച്ചും വലിയ ഒരു സ്ഥലത്തും എല്ലാവരും അപ്പുറം ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ചന്ദനായിട്ട് ഭസ്മമൊക്കെ തൊട്ടു. പിന്നെ ഇതാട്ടോ നമ്മുടെ കുട്ടികളുടെ ചോറൂണിൻ്റെ സ്ഥലം. അങ്ങനെ നമ്മൾ മുത്തപ്പൻ്റെ പ്രസാദം കഴിക്കാനായിട്ടോ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എല്ലാവരും ഇവിടെ ഇരിക്കുന്നുണ്ട്. എല്ലാവരും പ്രസാദത്തിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. അങ്ങനെ നമ്മുടെ പ്രസാദമൊക്കെ വന്നു. മീനാക്ഷി അവിടെ നിന്ന് സ്നാപ്പ് ഇടുകയാണ്. പിന്നെ നമ്മൾ ഫുഡിന് സമയമായപ്പം നമ്മൾ നേരെ ക്യൂവിൽ നിന്നു. ഒരുപാട് ഡിലേ ഒന്നും ആയിട്ടുണ്ടായിരുന്നില്ല. കാരണം പെട്ടെന്ന് പോയിട്ടുണ്ടായിരുന്നു. വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ലേ. അങ്ങനെ നമ്മൾ മുകളിലെത്തി. എന്ത് ഭംഗിയല്ലേ കാണാനായിട്ട് മുകളിൽ നിന്ന് അമ്പലമൊക്കെ. അങ്ങനെ നമ്മളിങ്ങനെ മുകളിലിങ്ങനെ നിൽക്കുകയാണ്. ഇങ്ങനെ ഓരോ കാഴ്ചകളും കണ്ടിങ്ങനെ നിൽക്കുകയാണേ. അമ്പലവും ബോട്ടും. അങ്ങനെ നമ്മൾ ഫുഡ് കഴിച്ചു. നല്ല ചോറും സാമ്പാറും മോരും ആയിരുന്നു ഉണ്ടായിരുന്നത്. നല്ല ടേസ്റ്റാട്ടോ അവിടുത്തെ ഫുഡ് കഴിക്കാനായിട്ട്. അങ്ങനെ നമ്മളെല്ലാവരും ഒരുമിച്ച് വേഗം ഫുഡൊക്കെ കഴിച്ചു.
നമ്മൾ അതിനുശേഷം പിന്നെ ചന്തയുടെ അടുത്തേക്കൊക്കെ പോയി. ഒരുപാട് കുപ്പിവെള്ളം ഉണ്ടായിരുന്നു ഗൈസ്. ഞാൻ ഒരുപാട് കുപ്പിവെള്ളം വാങ്ങിയിട്ടുണ്ട് ഗൈസ്. ഒരുപാട് കമ്മലും സംഭവങ്ങളൊക്കെ ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. അപ്പം അവിടുന്ന് എല്ലാവരും കമ്മലും കുപ്പിവളയും എല്ലാം ഇങ്ങനെ നോക്കുകയാണേ. അവിടെ ഒരുപാട് സംഭവം ഉണ്ടായിരുന്നു. ലിപ് ബാം, കോംബ്, പൊട്ട്, നെയിൽ പോളിഷ്. കണ്ടോ നെയിൽ പോളിഷൊക്കെ എന്താ ഭംഗിയല്ലേ ഗൈസ് കാണാനായിട്ട്. എല്ലാവരും ഇങ്ങനെ ഓരോ കുപ്പിവളയും ഒക്കെ ഇങ്ങനെ നോക്കുകയാണ്. അവിടെ അങ്ങനെ തന്നെ ഐലൈനറൊക്കെ ഉണ്ടായിരുന്നു ഗൈസ്, കണ്ടോ. അപ്പം അങ്ങനെയൊക്കെ നമ്മൾ നോക്കി. പിന്നെ ഒരുപാട് കമ്മലുണ്ടായിരുന്നു. അപ്പം നമ്മളെല്ലാം കുറച്ച് കമ്മലും കാര്യങ്ങളൊക്കെ വാങ്ങി. ഒരുപാട് ചന്തയല്ലേ ഗൈസ് അവിടെ. അപ്പം നമ്മൾ ഓരോ ചന്തയിലൊക്കെ ഇങ്ങനെ കയറി ഓരോ സാധനങ്ങളൊക്കെ ഇങ്ങനെ വാങ്ങുകയാണ്. ഇങ്ങനെ ഒരുപാട് ചന്തയൊക്കെ ഉണ്ടായിരുന്നേ. അനുവേട്ടന് മോതിരമൊക്കെ വേണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ വീഡിയോ കോളിൽ കൂടെ അനുവേട്ടന് മോതിരമൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഗൈസ് അതായിട്ട് വാങ്ങിച്ച കുപ്പിവള ഒരുപാട് വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് മിറർ വേണ്ട കുറച്ച് ഫോട്ടോസും കാര്യങ്ങളും എടുത്തു. ഇതാട്ടോ ബ്ലാക്ക് കളറായിരുന്നു വാങ്ങിയിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ തിരിച്ച് ബസ് കയറി നിന്നായിരുന്നു. പിന്നെ നമ്മൾ നേരെ ട്രെയിനിൽ കയറി. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് എന്തായാലും പെട്ടെന്ന് തന്നെ വരും. അപ്പം നമുക്കിനി കാണാം. നമ്മൾ നേരെ വടകരയിലോട്ടേക്ക് പോകുകയാണ്. ട്രെയിനിലൊക്കെ കയറിയിട്ട് വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ബട്ട് നമുക്ക് സീറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മൾ കുറച്ച് കഴിഞ്ഞപ്പം നമുക്ക് സീറ്റും കാര്യങ്ങളൊക്കെ എന്തായാലും കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ ഞാൻ പെട്ടെന്ന് വരും. അതുവരെ ബൈ.